ജീവന്റെ വാർത്തകൾ ശ്രമിക്കുന്നു. ഈശോയെ, അപ്പോൾ ഇന്നോ പരിപാടി തുടങ്ങുമല്ലേ? അതൊക്കെ തുടങ്ങാം. അതിനുണ്ട് കുറച്ച് ആളെ കൊടുക്കണം. ആ, അടികൊള്ളാനാ അല്ലെങ്കിൽ കമ്പനിക്കാം? അങ്ങനെയെങ്കിൽ അങ്ങനെ കുറച്ച് പേര് നീക്കൊന്ന് സെറ്റാക്കി കാണാം. അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട്. എന്നെ ഇത്ര മുകളിലാക്കിയത് അവരാണ്. ഫിലിപ്പ് എന്റെ ശിഷ്യനാണ്. ഫിലിപ്പ് ഫിലിപ്പ് ആശാനേ, എന്താ വിളിച്ചത്? ഈ ഞാനല്ല, ഇവനാണ് ആശാൻ, ഈശോ. എന്നാ പോയാലോ? ഞാൻ തന്നെ. ആശാൻ എപ്പോഴും പറയും എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട് എന്നും അവൻ ലോകത്തിന്റെ പാപങ്ങളെ എടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്നൊക്കെ. ആശാനെ, എന്നാൽ ഞാൻ കൊട്ടോട്ടെ? നിങ്ങൾ പൊളിക്കാം. ഈശോ കണ്ടിട്ട് കുറെ നാളായില്ല. എടാ, നീ എങ്ങനെ ഈശോന്റെ ഒപ്പം ഞങ്ങളെ മുട്ടിച്ചാ? പിന്നെന്താ, നിൽക്കണല്ലോ. പക്ഷെ കഴിവ് വേണം. റിക്രൂട്ട്മെന്റ് ആണേ. കഴിവാ എന്നാൽ ഞാനാ ബെസ്റ്റ്. എനിക്ക് പല നീളത്തിലും വട്ടത്തിലും വേറെ 360 ഡിഗ്രിയിലും അറിയാൻ. ശരിയാ. പക്ഷെ ഉടക്ക് പറയാനുണ്ടാറ് എല്ലാ വഴിയെങ്കിലും പിടിക്കും. അതെ, ആദ്യം എടുത്തങ്ങ് ചാടും, പിന്നെ ചിന്തിക്കാറ് മുങ്ങിപ്പോകുന്നു. ആ പറയണമാരൊക്കെ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന പേര്. പക്ഷെ ഇടിവെട്ടിയാലും പരക്കാത്ത. ഈശോയെ, എങ്ങനെയുണ്ട് ഇവന്മാര്? ഇവരെല്ലാം അടിപൊളിയാണെന്നേ. അപ്പോഴേ ഇത് നമുക്ക് മീൻപിടുത്തം പയ്യെ അങ്ങ് നിർത്താം. നമുക്ക് വേറെ കുറച്ച് പേരെ പിടിക്കാനുണ്ട്. എല്ലാവരും ഇരുന്നോട്ടാണ് ചുമ്മാ പിടിക്കാനേ ഞാൻ വരുന്നുണ്ട്. കാണിച്ചു തരാം എല്ലാത്തിനും. പിരിവുകാരൻ ഇവനെയൊക്കെ എന്ത് കണ്ടിട്ടാണോ ആ റോമാക്കാര് ചുങ്കം പിടിക്കാൻ ഏൽപ്പിച്ചത്? എന്നല്ലേ എന്നാ ഹോസ്റ്റലൊക്കെ നല്ലോണം അറിയാം. പറയടാ, നീ പറ. എടാ, ലോകത്തിൽ ഏത് നാണയവും അതിന്റെ മൂല്യം, തൂക്കം, വില എന്ത് വേണമെങ്കിലും ചോദിക്കാൻ എനിക്കറിയാം. ഇതെല്ലാം നേടിയിട്ട് നീ എന്ത് സ്വന്തമാണ്? അവന്റെ ജനത അവനെ ഉപേക്ഷിച്ചു. അത് മാതാപിതാക്കളെ വേദനമാകില്ലേ? ഇവൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് നേടാൻ? മത്തായി, എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതണ്ട. നമുക്കെല്ലാം തിരികെ പിടിക്കാം. നിന്റെ ഉള്ളിൽ എന്നും ഉള്ളൊരു പ്രാർത്ഥനയിൽ ദേവാലയത്തിൽ കയറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പിന്നിലേക്കിരുന്ന് ദൈവസന്നിധിയിലേക്ക് പോലും നോക്കാൻ സാധിക്കാതെ കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നീ എന്നെ നീതീകരിക്കപ്പെട്ടു. ഹെൽപ്പയുടെ പുത്രനായ മത്തായി, കൂടെ പോയി. ഈശോയെ, പക്ഷേ ഇവന്മാരെന്നെ കൂട്ടും.
ഈശോ ഈശോ അല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഒന്നല്ല സംശയം. ഒന്ന് പോണം. ഈശോയെ എനിക്ക് സംശയമുണ്ട്. ആ ഞാൻ പറഞ്ഞില്ല അവൻ തുടങ്ങി. നീ ചോദിക്കണം. ഈശോ ഞാനല്ലേ ഒരു സ്വപ്നം കണ്ട് ഒരാള് 5000 പേര് കൂട്ടത്. പക്ഷെ ആളുടെ കയ്യിലാണെങ്കിൽ 5 അപ്പുള്ളൂ. അതെങ്ങനെ? എനിക്കറിയില്ല, പക്ഷെ എത്ര പേര് വേണമെങ്കിലും ഞാൻ ഇടിച്ചു. ഈശോയെ ഇത് സൈമൺ തീവ്രവാദിയാണ്. ഒട്ടനാ ഒട്ടൻ. വേണ്ട വേണ്ട, പോടാ പോടാ. തോസേ വേണ്ട, കൂടപ്പുറപ്പാ. ബോഷാനൊന്നും വിളിക്കണ്ട. ഫിലിപ്പേ, നമുക്കൊരു 4 പേരെ കൂടി വേണമല്ലോ. എന്ത് ചെയ്യും? ഈശോയെ എന്റെ 2 പേരുണ്ട്. നതാനിയേൽ. ചോട്ടാജീസ് ഒരു പാവ. പിന്നെ നതാനിയേൽ. അവൻ ആ അട്ടിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ടാവും. ആവശ്യത്തിന് ഈശോയെ എന്റെ കയ്യിൽ 2 പേരുണ്ട്. യുദ്ധാത്ത അറിയിക്കുകയും യുദ്ധാത്ത അറിയിക്കും. 2 പേരും അക്കൗണ്ടിന്റെ കാര്യത്തിലൊക്കെ പൊളിയാണ്. കൊള്ളാം. അവരെ കുട്ടികൾ ചിലതൊക്കെ പൂർത്തിയാക്കാനുണ്ട്. എല്ലാവരും വന്നേ, എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. നാളെയാണ് മലയിലെ പ്രസംഗം. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തരും ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന്, എങ്ങനെയാവണം. അപ്പോ നമ്മളൊന്ന് പോയാലോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അടിച്ചമർത്തപ്പെട്ടു എന്നതിന്റെ പേരിൽ നീ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. പണിതുയർത്താൻ പറ്റാത്ത വിധത്തിൽ നീ തകർക്കപ്പെട്ടിട്ടില്ല. സ്വരം ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ നിന്റെ വായ മൂടി കെട്ടിയിട്ടില്ല. തുറുങ്കിലർത്തപ്പെട്ടെന്ന് കരുതി നിന്റെ മാറ്റി കുറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. നിന്റെ ധീരമായ വിശുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി ഒരു തലമുറ തന്നെ കാത്തിരിക്കുന്നുണ്ട്.